അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ഈ വർഷത്തെ മാവുങ്കാൽ യൂണിറ്റ് സമ്മേളനം നെല്ലിത്തറയിൽ സമാപിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ മാവുങ്കാൽ യൂണിറ്റ് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ നീണ്ടുപോകുന്ന ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും നിർമ്മാണത്തിലെ മെല്ലെപ്പൊക്കു മൂലം വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മാവുങ്കാൽ പുതിയ കണ്ടം റോഡിൽ എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണം എന്നുള്ള ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു. നെല്ലിത്തറയിലെ IMA ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200 ആളുകൾ മെമ്പർഷിപ്പുള്ള ഇവിടെ 143 ആളുകൾ മാത്രമാണ് ഈ ലൈഫിൽ പദ്ധതിയിൽ ചേർന്നിരിക്കുന്നത്. അതിൽ 12ഓളം ആളുകൾ പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തു പോകാനുള്ള സാഹചര്യം എന്താണെന്ന് അവരുടെ അശ്രദ്ധ മാത്രമാണ്. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ സീറോ ബാലൻസ് ആയി വരുന്ന ഒരു വ്യക്തി 90 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. സീറോ ബാലൻസ് ആയ വ്യക്തി മൈനസ് ബാലൻസ് വന്നിട്ട് 90 ദിവസം വരെ ഇതിൽ ഹോൾഡ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ 90 ദിവസം ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് AJ ബാബു അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TV ദേവിദാസ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ജില്ലാ ട്രഷറർ N മോഹനൻ ട്രെയിലിംഗ് അവലോകനവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് ഇൻഷുറൻസ് വെൽഫെയർ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണവും ജില്ലാ വൈസ് പ്രസിഡന്റ് C പ്രകാശൻ വർക്ക്ഷോപ്പ് ബ്രാൻഡിങ്ങിനെക്കുറിച്ചുമുള്ള അവലോകനവും നടത്തി. യൂണിറ്റ് സെക്രട്ടറി P വിജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രജീഷ് അഭയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രതീഷ് മണിക്കൈ, MV അരവിന്ദൻ, സുരേഖ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ബാബു ഐടെക്, P നാരായണൻ, PK രാജൻ, K മഹേഷ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് M ജിതേഷ് എന്നിവർ സംസാരിച്ചു. സംഘടനാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മേളനത്തിൽ അനുമോദനം നൽകി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മഹേഷ് പെരിയ നന്ദി പറഞ്ഞു. യൂണിറ്റിന്റെ വരുന്ന 3 വർഷത്തേക്കുള്ള പ്രസിഡന്റായി TV പ്രവീൺ കുമാറിനെയും വൈസ് പ്രസിഡന്റായി മഹേഷ് പെരിയയെയും സെക്രട്ടറിയായി IJ ബാബുവിനെയും ജോയിന്റ് സെക്രട്ടറിയായി ജിതേഷ് വെള്ളിക്കോത്തിനെയും ട്രഷററായി KC ലോഹിതാക്ഷനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.